ഡൽഹിയിൽ നടക്കുന്ന കോക്രോച്ച് സമരത്തെക്കുറിച്ചാണ് കേരളത്തിലെ ചാനലുകളൊക്കെ ഇപ്പോൾ പ്രധാനമായിട്ടും റിപ്പോർട്ട് ചെയ്യുന്നത്. ഡൽഹിയിലെ സമരവേദിയിലെ ക്യാമറകളിൽ 80% മലയാളി ചാനലുകളുടേതാണെന്നാണ് പറയുന്നത്. പക്ഷേ ഒരു ഭാഗത്ത് അന്താരാഷ്ട്ര തലത്തിൽ ന്യൂയോർക്ക് ടൈംസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളും ഇത് വളരെ നന്നായിട്ട് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ ഒരു പരീക്ഷാ ക്രമക്കേടിനെ കുറിച്ചുള്ള ഒരു സമരമാണെങ്കിൽ, ഒരു വിദ്യാർത്ഥികളുടെ സമരമാണെങ്കിൽ, എന്തിനധികം ഇത്രയധികം അമേരിക്കൻ ചാനലുകളും അന്താരാഷ്ട്ര ചാനലുകളൊക്കെ ഇതിനെ ഇത്രയധികം പ്രാധാന്യത്തോടുകൂടി കാണണം. അപ്പോൾ ഇതൊരു തികച്ചും ഒരു രാഷ്ട്രീയമായൊരു പ്രശ്നമാണെന്ന് നമുക്ക് കാണാൻ കഴിയും. ലോകത്തെ പല ഭാഗത്തും ഭരണകൂടങ്ങളെ അട്ടിമറിച്ച രീതിയിൽ ഇന്ത്യയിലെയും ഭരണകൂടത്തെ അട്ടിമറിക്കാൻ കഴിയുമോ എന്നുള്ളൊരു ശ്രമമാണ് പല വിദേശ ശക്തികളും നടത്തുന്നത്. ഇപ്പോൾ തന്നെ FCRA ഫണ്ടിങ്ങിൻ്റെ പേരിൽ വലിയ സമരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കാരണം FCRA ഫണ്ട് എന്ന് പറയുന്നത് വിദേശത്ത് നിന്ന് വരുന്ന ഫണ്ട് നിയന്ത്രിക്കുന്നതിനുള്ള നിയമങ്ങൾ അത് കർശനമാക്കിയതിനെ തുടർന്നാണ് പലരും പ്രതിഷേധത്തിന് ഇറങ്ങിയിരിക്കുന്നത്. നമുക്കറിയാം, ഇവിടെ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യം പ്രധാനമായിട്ടും നീറ്റ് പരീക്ഷയെക്കുറിച്ചാണ്. പക്ഷേ അവിടുത്തെ സമരവേദിയിലൊന്നും നീറ്റ് പരീക്ഷയെക്കുറിച്ച് പറയുന്നതേ ഇല്ല. പകരം അവർ പറയുന്നത് ആർട്ടിക്കിൾ 370-നെക്കുറിച്ചും പിന്നെ അള്ളാഹാണ് ഏറ്റവും പരമമായ ദൈവം എന്നതിനെക്കുറിച്ചുമൊക്കെയാണ് പലരും പ്രസംഗിക്കുന്നത്. അതേപോലെ തന്നെ കശ്മീർ പ്രശ്നത്തെക്കുറിച്ചും CAA-യെക്കുറിച്ചുമൊക്കെയാണ് പറയുന്നത്. ഇതേ രീതിയിലുള്ള നിരവധി സമരങ്ങൾ നേരത്തെയും ഡൽഹിയിൽ നമ്മൾ കണ്ടതാണ്. CAA സമരസമയത്ത് വലിയ കവറേജ് ആയിരുന്നു കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ നൽകിയിരുന്നത്. ഉമർ ഖാലിദും ഷർജിലുമൊക്കെ ഇവരുടെ താരങ്ങളായിരുന്നു. പക്ഷെ അവരൊക്കെ ഇന്ന് 6 വർഷമായിട്ട് ഭീകരപ്രവർത്തനത്തിന് ജയിലിൽ കഴിയുകയാണെന്നുള്ള കാര്യം നമുക്കറിയാം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 2020 നടന്ന ഡൽഹി കലാപ സമയത്തും കേരളത്തിലെ മാധ്യമങ്ങൾ വലിയ ആഘോഷമാക്കി മാറ്റുകയായിരുന്നു. ഡെയിലി കവറേജുകൾ, ലൈവ് സ്ട്രീമിങ്ങൾ നടത്തുന്നു, ചർച്ചകൾ നടത്തുന്നു. പക്ഷേ ഈ ഡൽഹിയിൽ അവരെന്താ ചെയ്തത്? കലാപകാരികൾ ഒരു ഓഫീസറെ തട്ടിക്കൊണ്ടുപോയിട്ട്, അതായത് IBയിലൊരു ഓഫീസർ, 26-കാരനായ അങ്കിത് ശർമ്മ എന്ന ഓഫീസറെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് കൊല്ലുകയായിരുന്നു ചെയ്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം കണ്ടിട്ട് അച്ഛന് പോലും തിരിച്ചറിയാനും കഴിഞ്ഞില്ലെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ആ കേസിൽ താഹിർ ഹുസൈൻ എന്ന മുൻ ആം ആദ്മി പാർട്ടി കൗൺസിലറെ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുകയാണ്. ഈ വാർത്ത പോലും അതായത് ഒരു ബാലൻസിങ്ങിന് വേണ്ടിയെങ്കിലും ഒരു വലിയൊരു സമരത്തിൻ്റെ നിരന്തരമായ വാർത്തകൾ കൊടുത്ത മാധ്യമങ്ങളൊന്നും തന്നെ ഈ വാർത്ത കൊടുക്കുന്നേയില്ല. ഇപ്പോൾ നമുക്കറിയാം കേരളത്തിലെ മാധ്യമങ്ങളുടെ പക്ഷപാതിത്വം എന്താണെന്ന്. ഈ അടുത്ത കാലത്ത് ആലപ്പുഴയിലെ ഹരിപ്പാട് ഒരു മലയാളി വിദ്യാർത്ഥി വിദേശത്ത് വെച്ച് കൊല ചെയ്യപ്പെട്ട സമയത്ത് പോലും അതിൻ്റെ വാർത്തകൾ, അതിൻ്റെ പിറകിലുള്ള ഗൂഢാലോചന എന്താണെന്നൊന്നും പുറത്തു കൊണ്ടുവരാൻ നമ്മുടെ മാധ്യമങ്ങൾ ശ്രമിച്ചില്ല എന്നുള്ളത് വ്യക്തമാണ്. ഇപ്പോൾ ഇവിടെ നടക്കുന്നത് പ്രധാനമായിട്ടും ഈ വിഷയം അവർ തുടക്കത്തിൽ ഉന്നയിച്ചിരുന്നത് നീറ്റ് പരീക്ഷയെക്കുറിച്ചായിരുന്നു. നീറ്റ് പരീക്ഷയുണ്ട്, CUET പരീക്ഷയുണ്ട്, അതേപോലെയുള്ള കോമൺ പരീക്ഷകളിൽ ഏതാണ്ട് 50 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് എഴുതിയത്. അതിൽ ഒന്നിലധികം പരീക്ഷ എഴുതിയ ആളുകളുടെ എണ്ണം 10 ലക്ഷത്തോളം പേര് വരും. മറ്റ് പ്രത്യേക പരീക്ഷ എഴുതി 40 ലക്ഷത്തോളം വിദ്യാർത്ഥികളെന്നാണ് കണക്ക്. ആ പരീക്ഷ എഴുതിയ ആളുകളൊക്കെ തന്നെ ഇപ്പം അതിൻ്റെ അനുബന്ധ പരിപാടികൾ, അതായത് അടുത്ത കോഴ്സിന് ജോയിൻ ചെയ്യാനും അങ്ങനെയുള്ള അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അവരൊന്നും നല്ല വലിയ ഇൻട്രസ്റ്റ് ഇതിനെടുക്കുന്നില്ല. ഏതാണ്ട് 1500ഓളം വിദ്യാർത്ഥികൾ ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട ഗ്രീവൻസുള്ള 1500ഓളം വിദ്യാർത്ഥികൾ മാത്രമാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തത് എന്നാണ് അധികൃതരുടെ കണക്ക്. ബാക്കിയൊക്കെ ചന്ദ്രശേഖറിൻ്റെ ആസാദ് പാർട്ടി, സമാജ്വാദി പാർട്ടി, ആം ആദ്മി പാർട്ടി തുടങ്ങിയ പാർട്ടികളുടെയൊക്കെ, അതുപോലെ തന്നെ കശ്മീരിൽ നിന്നുള്ള തീവ്രവാദികളുടെയും ഇസ്ലാമിക തീവ്രവാദികളുടെയും അതേപോലെ തന്നെ ലെഫ്റ്റ് തീവ്രവാദികളുടെയൊക്കെ കടുത്ത ഇടതുപക്ഷ സംഘടനകളും അതുപോലെ തന്നെ തീവ്ര ഇടതുപക്ഷ സംഘടനകളുടെയൊക്കെ പ്രവർത്തകരാണ് ഇവർ പങ്കെടുത്തിരിക്കുന്നത്. കൂടുതലും ചെറുപ്പക്കാരാണ്. അവർ പരമാവധി പ്രകോപനമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. ആ സമയത്തൊക്കെ പോലീസിന് വളരെ കർശനമായ നിർദ്ദേശമുണ്ടായിരുന്നു, യാതൊരു പ്രകോപനത്തിലും വശംവദരാകരുത്. നമുക്ക് ഒരുപാട് വീഡിയോസൊക്കെ കാണാൻ കഴിയും. പോലീസുകാരനെ നേരെ 10-100 പേർ ചേർന്ന് നിലത്തിട്ട് മർദ്ദിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. അങ്ങനെ ഏതാണ്ട് 100ഓളം പോലീസുകാർക്കാണ് പരിക്കേറ്റത്. അവരെ റെയിൽ ഭവനിലേക്ക് കടത്തിവിടാനൊക്കെ തന്നെ അധികൃതർ സമ്മതിക്കുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും സർക്കാരിൻ്റെ ഭാഗത്ത് വലിയ പ്രകോപനങ്ങളൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് കാര്യം. നമുക്കറിയാം NTA എന്ന് പറയുന്ന ഏജൻസി, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലാണുള്ളത്. അതൊരു സ്വതന്ത്ര സംവിധാനമാണ്. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലാണെന്ന് മാത്രമേ ഉള്ളൂ. ഈ ഏജൻസിയിൽ വന്ന വീഴ്ചകളാണ്. ആ വീഴ്ചകൾ ഉത്തരവാദിയായ ആൾക്കെതിരെയൊക്കെ സർക്കാർ നടപടി എടുത്തു കഴിഞ്ഞു. അതേപോലെ തന്നെ CBI എൻക്വയറി ഏർപ്പെടുത്തി കഴിഞ്ഞു. അതേപോലെ തന്നെ വളരെ കൃത്യമായ രീതിയിൽ യാതൊരു പഴുതുമില്ലാതെ വീണ്ടും അവർ പരീക്ഷ നടത്തുകയും ചെയ്തു.
പക്ഷേ ചർച്ചയ്ക്ക് പോയിരിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രിയല്ല, മറിച്ച് ആരോഗ്യമന്ത്രിയാണ്. ആരോഗ്യമന്ത്രിയോട് ചർച്ചയ്ക്ക് സർക്കാരുമായി ചർച്ച ചെയ്യാൻ തയ്യാറാണെന്നുള്ള സൂചന ലഭിച്ചതിനെ തുടർന്നാണ് ആരോഗ്യമന്ത്രി അവരായിട്ട് കാണാൻ തയ്യാറായത്. ആരോഗ്യമന്ത്രി പോയതിന് ഒരു പ്രത്യേക പ്രസക്തിയുണ്ട്. കാരണം ആരോഗ്യ വകുപ്പിന് കീഴിലുള്ള ദേശീയ മെഡിക്കൽ കമ്മീഷൻ, ആ ദേശീയ മെഡിക്കൽ കമ്മീഷനാണ് NTA-യിൽ എത്ര മാർക്ക് വേണം, എന്തൊക്കെ ചോദ്യങ്ങൾ, ഏതൊക്കെ രീതിയിലായിരിക്കണം അതിൻ്റെ മാനദണ്ഡം, കട്ട് ഓഫ് മാർക്ക് എത്ര വേണമെന്നൊക്കെ നിർദ്ദേശിക്കുന്നത് നാഷണൽ മെഡിക്കൽ കമ്മീഷനാണ്. ആ നാഷണൽ മെഡിക്കൽ കമ്മീഷന് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് ആരോഗ്യ മന്ത്രാലയമായിട്ടാണ്. അപ്പോൾ ഒരുപക്ഷെ ഇത് വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ കീഴിലാണെങ്കിൽ പോലും ഇത് പൂർണ്ണമായിട്ടും നിയന്ത്രിക്കുന്നത് ആരോഗ്യ മന്ത്രാലയമാണ്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ JP നഡ്ഡ ചർച്ചയിൽ പങ്കെടുത്തത്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നിയമസമാധാന നിലനിർത്തുകയും അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തെ നേരിടുകയും ചെയ്യുന്ന ഒരു ദ്വിമുഖ തന്ത്രമാണ് എടുത്തിരുന്നത്. അതേസമയത്ത് വിദ്യാർത്ഥികളെ മർദ്ദിക്കാനൊന്നും പോയില്ല. 100ഓളം പോലീസുകാർക്ക് പരിക്കേറ്റിട്ട് പോലും കാര്യമായിട്ടുള്ള പരിക്കൊന്നും ആളുകൾക്ക് പറ്റിയിട്ടില്ല. പരിക്ക് പറ്റിയ വിദ്യാർത്ഥികളൊക്കെ തന്നെ കേന്ദ്ര ആരോഗ്യമന്ത്രി ഹോസ്പിറ്റലിൽ പോയി കാണുകയും ചെയ്തു. അപ്പോൾ ഇവിടെയുള്ള ഇതിൻ്റെ ഒരു രാഷ്ട്രീയ മാനം എന്ന് പറയുന്നത് സർക്കാരിനെതിരായിട്ടുള്ള ഒരു ജനവികാരം ഉയർത്തിക്കൊണ്ടുവരിക. സ്വാഭാവികമായും അത് പ്രതിപക്ഷം ചെയ്യുന്നതാണ്, എപ്പോഴും സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരം ഉയർത്താൻ ശ്രമിക്കും. പക്ഷേ ഇവിടെ തീവ്ര ശക്തികളാണ് പലപ്പോഴും നമുക്കിതിന് മുമ്പൊക്കെ തന്നെ സർക്കാരിനെതിരായ സമരത്തിന് മുമ്പോട്ട് വന്നത്. അവരൊക്കെ തന്നെ ആസാദി മുദ്രാവാക്യം മുഴക്കിയിരുന്നു. ഇന്ത്യയുടെ വിഘടനവാദത്തിന് പ്രോത്സാഹിപ്പിക്കുന്ന ഭരണഘടനയിലെ 370 വകുപ്പ് അത് നീക്കം ചെയ്തതിനെ സംസാരിച്ചിരുന്നു. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായിട്ട് സംസാരിച്ചിരുന്നു. അതോടൊപ്പം തന്നെയാണ് ആ സമയത്ത് കർഷക പ്രക്ഷോഭം കൊണ്ടുവന്നത്. കർഷക ബില്ലിനെതിരായിട്ട് സംസാരിച്ചിരുന്നു. പലരും ഖാലിസ്ഥാൻ്റെ പതാക വരെ ഉയർത്തി. അപ്പോൾ എപ്പോഴും ഒരു ആൻറ്റി നാഷണൽ ഫോഴ്സസ് വളരെ ശക്തമായിട്ട് നിൽക്കുന്നു. അവർക്ക് എപ്പോഴും വിദേശ ശക്തികളുടെ പിന്തുണയും കിട്ടും. അപ്പോൾ സർക്കാർ തന്നെ FCRA നിയമം കൊണ്ടുവന്നത് എന്താണ്? FCRA നിയമത്തിനകത്ത് ഏതാണ്ട് 30% നിങ്ങൾക്ക് എസ്റ്റാബ്ലിഷ്മെൻറ്റ് കോസ്റ്റ് ആവാം. ബാക്കിയുള്ള തുക നിങ്ങൾ എന്ത് കാര്യത്തിനാണോ വിദേശത്ത് കൊണ്ടുവന്നത് അതേ കാര്യത്തിന് തന്നെ ചെലവഴിക്കണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ പേരിൽ ബഹളം ഉണ്ടാക്കുന്നതിൻ്റെ അർത്ഥം വിദേശത്ത് നിന്ന് കോടിക്കണക്കിന് രൂപ NGO വഴി ഇന്ത്യയിലേക്ക് എത്തുകയും അവർക്ക് ആവശ്യമായ പദ്ധതികളൊക്കെ നടത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ സമരത്തിന് മുമ്പിൽ നിൽക്കുന്ന സോനം വാങ്ചുക്, അദ്ദേഹത്തിനെതിരെ കോൺഗ്രസിലെ സർക്കാരാണ് അദ്ദേഹം ചൈനീസ് അനുകൂല നിലപാടെടുത്തു എന്ന് പറഞ്ഞ് നോട്ടീസ് കൊടുത്തത്. അപ്പം അങ്ങനെയുള്ള വിവാദ നായകന്മാരെയൊക്കെ മുമ്പിൽ നിർത്തിക്കൊണ്ടുള്ളൊരു സമരമാണ് നടത്തുന്നത്. കഴിഞ്ഞ പാർലമെൻറ്റ് 2012 ഇങ്ങനെയൊരു സമരം അണ്ണാ ഹസാരയുടെ നേതൃത്വത്തിൽ ഒരു സമരം നടക്കുന്ന സമയത്ത് കോൺഗ്രസിലെ നേതാക്കൾ രാഹുൽ ഗാന്ധി ആണെങ്കിലും ചിദംബരം ആണെങ്കിലും മൻമോഹൻ സിംഗ് ആണെങ്കിലും ഒക്കെ തന്നെ ഇത് പാർലമെൻറ്റിനെ കവച്ച് വെക്കുന്ന, ജനങ്ങൾ നിയമം കയ്യിലെടുത്തുകൊണ്ട് നിരാഹാരം നടത്തിക്കൊണ്ട് പ്രഷറൈസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ സമ്മർദ്ദം ചെലുത്തുകയാണ് എന്നാണ് ആരോപിച്ചിരുന്നത്. പക്ഷേ അവരിന്ന് ഈ തരത്തിലുള്ള സമരങ്ങളിലൊക്കെ പിന്തുണയ്ക്കുകയാണ് ചെയ്യുന്നത്. സത്യത്തിൽ ഈ ഒരു വിഷയം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഇല്ലാതായൊരു വിഷയമാണ്. കാരണം നീറ്റ് പരീക്ഷ വീണ്ടും അത് നടത്തി അതിൻ്റെ വിജയികളെ പ്രഖ്യാപിച്ചു. ആ വിജയികൾ പ്രഖ്യാപിച്ചതിനകത്ത് തന്നെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നേട്ടമായിട്ട് പറയുന്നത് ഇത്തവണ പരീക്ഷയിൽ വിജയിച്ചതിൽ കൂടുതൽ പേരും ഒന്നാം തവണ പരീക്ഷ എഴുതുന്ന ആളുകളാണ്. അതേപോലെ തന്നെ കൂടുതൽ പേരും പാവപ്പെട്ട മേഖലയിൽ നിന്ന് വന്ന ആളുകളാണ്. അപ്പം ഈ എക്സാമിനേഷനകത്ത് ഉണ്ടായിരുന്ന ചില ന്യൂനതകളൊക്കെ, ആ ന്യൂനതകളൊക്കെ പൂർണ്ണമായിട്ടും പരിഹരിച്ചുകൊണ്ടാണ് മെറിറ്റുള്ള ആളുകൾക്ക് തന്നെ ഇത് കിട്ടിയെന്ന് ഉറപ്പുവരുത്തുകയാണ്. കാരണം ഈ മേഖലയിലൊക്കെ പലപ്പോഴും ലോബിയിങ്ങും ചില ആളുകളുടെയൊക്കെ ഒരു സ്വാധീനത്തിലാണ് പലപ്പോഴും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അത് പൂർണ്ണമായിട്ട് മാറ്റാൻ ഇത്തവണ കഴിഞ്ഞു എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഒരു നേട്ടം. ഈ സമയത്ത് എങ്ങനെയെങ്കിലും സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ്. പക്ഷേ സർക്കാരിനെ അട്ടിമറിക്കാൻ കഴിയില്ല എന്ന് അവർക്കറിയാം. കാരണം ഇന്ത്യയിലെ പ്രതിപക്ഷം അങ്ങേയറ്റം ഛിന്ന ഭിന്നമായിട്ട് കഴിയുകയാണ്. നേരത്തെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലായിരുന്നു UPA ദേശീയ മുന്നണി ഉണ്ടാക്കിയത്, ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയത്. പക്ഷേ ഇന്ത്യ മുന്നണിയിലെ കക്ഷികളൊക്കെ തന്നെ ഓരോരുത്തരായിട്ട് വിട്ടുപോവുകയാണ്. ഇന്ത്യ മുന്നണി ഏറ്റവും ശക്തമായ ഒരു പാർട്ടി എന്ന് പറയുന്നത് തൃണമൂൽ കോൺഗ്രസ് ആയിരുന്നു. നിരവധി പാർലമെൻറ്റ് അംഗങ്ങളാണ് അവർക്ക് ഉണ്ടായിരുന്നത്. ലോക്സഭയിലുണ്ടായിരുന്നു, രാജ്യസഭയിലുണ്ടായിരുന്നു. പക്ഷേ ആ പാർട്ടിയിലെ ബഹുഭൂരിഭാഗം ആളുകളും ആ പാർട്ടി വിട്ടു. ഒന്നുകിൽ BJP സഖ്യത്തിലേക്ക് ചേർന്നു, അല്ലെങ്കിൽ അവർ പ്രത്യേകം പാർട്ടിയായിട്ട് നിൽക്കുന്നു. അതേപോലെ തന്നെ ഉദ്ധവ് ശിവസേനയിലെ നല്ലൊരു വിഭാഗം MPമാർ BJP ആയിട്ട് സഹകരിക്കുന്നു. ശരത് പവാറിൻ്റെ പാർട്ടിയിലെ നല്ലൊരു വിഭാഗം, ശരത് പവാർ തന്നെ BJP ആയിട്ട് സഹകരിക്കാൻ പോകുന്നു. കോൺഗ്രസിൻ്റെ കൂടെ നിന്നിരുന്ന DMK ഇപ്പോൾ വേണമെങ്കിൽ BJP സഹകരിക്കാൻ തയ്യാറാണെന്ന് പറയുന്നു. അവർ വേണമെങ്കിൽ ഡീലിമിറ്റേഷൻ ബിൽ വീണ്ടും കൊണ്ടുവരാൻ, വനിതാ സംവരണ ബില്ല് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഡൽഹിയിലെ സമരം നടക്കുന്നത്. പക്ഷേ ആ സമരത്തെ വളരെ വിദഗ്ധമായിട്ട് കൈകാര്യം ചെയ്യുകയാണ് ചെയ്തത്. ഒരു ഭാഗത്ത് വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും ഗ്രീവൻസ് ഉണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യാമെന്ന് പറയുന്നു. JP നഡ്ഡ അവരായിട്ട് ചർച്ച ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് പരാതി ഉള്ളത്, നിങ്ങൾക്ക് പരാതി എഴുതി തരൂ എന്ന് പറഞ്ഞ സമയത്ത് വൈകുന്നേരം 4 മണിക്കാണ് അവസാനം അവരുടെ കയ്യിലൊരു
റിട്ടൺ മെമ്മോറാണ്ടം പോലും ഉണ്ടായിരുന്നില്ലെന്നാണ് പറഞ്ഞത്. പക്ഷെ അവർ എഴുതി തയ്യാറാക്കി കൊടുക്കുകയായിരുന്നു എന്നാണ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത്. ഏതായാലും കേരളത്തിലെ മാധ്യമങ്ങൾ ഇത്തരത്തിലൊരു സമരത്തെ വളരെ വിഭാഗീയമായിട്ടാണ് പ്രചരിപ്പിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. കാരണം മുമ്പ് നടന്നിരുന്ന, അവർ പ്രോത്സാഹിപ്പിച്ചിരുന്ന സമരത്തിലെ യഥാർത്ഥ കുറ്റവാളികൾ കോടതി ശിക്ഷിച്ച സമയത്ത്, വർഗീയ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ ശിക്ഷിച്ച സമയത്ത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കലാപങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആളുകളെ മാതൃകളാക്കി മാറ്റാൻ, ലോക നേതാക്കന്മാരായിട്ട് അല്ലെങ്കിൽ യുവാക്കളുടെയും ഒക്കെ പ്രതികളാക്കി മാറ്റാനാണ് പലപ്പോഴും കേരളത്തിലെ മാധ്യമങ്ങൾ ശ്രമിച്ചത്. അതുകൊണ്ടാണ് ഒമർ ഖാലിദിനെ പോലുള്ള, ഷർജിലിനെ പോലുള്ള ആളുകളൊക്കെ തന്നെ വീരന്മാരാക്കി വാഴ്ത്തുകയായിരുന്നു ചെയ്തു. അവരൊക്കെ തന്നെ ഇന്ത്യയിൽ നിന്ന് ജയിലിലാണ് കഴിയുന്നത് എന്നുള്ള കാര്യം കൂടി നമ്മുടെ മാധ്യമങ്ങൾ ഓർക്കേണ്ടതായിരുന്നു.